അങ്ങനെ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ PSC ഇട്ടിട്ടുണ്ട്. അപ്പോൾ PSC എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കൊടുത്തിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കൊടുക്കാറുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീ വരുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കൊടുക്കാറുണ്ട്. പക്ഷേ പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാവും, അതിൻ്റെ ആൻസർ അങ്ങനെയല്ലല്ലോ, അതിന് ആൻസർ ഇല്ലല്ലോ എന്നൊക്കെ. ഓക്കെ, അതൊക്കെ നമ്മൾ ഇനി അപ്പീൽ ചെയ്യണം. അതുപോലെ ഫൈനൽ ആൻസർ കീ വരുന്നതിന് മുമ്പായിട്ട് നമ്മളത് അപ്പീൽ ചെയ്ത് കൃത്യസമയം, നമുക്ക് 5 ദിവസം എന്തോ സമയമുണ്ട്, ആ 5 ദിവസത്തിനുള്ളിൽ നമ്മളത് അപ്പീൽ ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഈ ഒരു ചോദ്യമില്ലാതെ ഇപ്പോൾ PSC പരീക്ഷ ഇല്ലെന്ന് തന്നെ പറയാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ലാഹോർ സമ്മേളനമാണ്. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. ഇതും സ്ഥിരം ചോദ്യമാണ്. നിസ്സഹകരണ സമരം. ഓക്കെ, അടുത്ത് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാ? സുഭാഷ് ചന്ദ്രബോസാണ് ആൻസർ. അടുത്ത 4ാം ചോദ്യം, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാ കുട്ടികളെ? അത് ഓപ്ഷൻ ഡി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത 5ാം ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ആരാ മിതവാദികൾ ഉൾപ്പെടാത്തത്? അത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, 6ാമത്തെ സ്ഥിരം ചോദ്യം, നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, ഒരുപാട് തവണ അറ്റൻഡ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 6 ഓപ്ഷൻ ബി, 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? അത് ഓപ്ഷൻ സി, ഹൈക്കോടതിയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഹൈക്കോടതിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാ? 8ന് ആൻസർ BR അംബേദ്കർ ആണ് ആൻസർ. 9, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെയാണ്? നമ്മുടെ ഇന്ത്യയുടെയാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ സി, 9 ഓപ്ഷൻ സി, ഇന്ത്യ വരും. അടുത്ത് 10ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? അത് ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങളാണ്. കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? അതെല്ലാവർക്കും അറിയായിരിക്കും, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയാണ് ആൻസർ. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 12ാം ചോദ്യം, ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത 13ാം ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ് കുട്ടികളെ? 13 സി അയ്യപ്പനാണ്. അടുത്ത 14, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? 14 എ, TH ബാബർ, തോമസ് ഹാർവേ ബാബറാണ് ആൻസർ വരുന്നത്. അടുത്ത 15ാം ചോദ്യം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് കുട്ടികളെ? 15 ബി, പുന്നപ്ര വയലാർ സമരമാണ്. 16ാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. 17, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? 17 സി ആണ് ആൻസർ, തൃശ്ശൂരാണ്. 18, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? SCRT ചോദ്യമാണിത്. ഓക്കെ, ആരാണ്? 18 ഡി, VP മേനോനാണ്. 19, താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ, പോണ്ടിച്ചേരിയാണ്. 19 എ ആണ് ആൻസർ. 20, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാ കുട്ടികളെ? ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്, സർദാർ KM പണിക്കർ. ഈ PN പണിക്കരൊക്കെ പോയി അടിച്ച ആൾക്കാരുണ്ടോ? പണിക്കർ കണ്ടുകൊണ്ട് അതിൻ്റെ പുറകെ പോയ ആൾക്കാരെ ചിലപ്പോൾ കാണും. PN പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനാണ് കേട്ടോ, PN പണിക്കർ. ഇത് KM പണിക്കരാണേ. ഓക്കെ, അടുത്ത 21, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? 21 എ, ജർമ്മനിയാണ് ആൻസർ. 22, ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ചൊവ്വ ദൗത്യം? അത് സി, മംഗല്യാനാണ് ആൻസർ 22ൻ്റെ. ഓക്കെ, അടുത്ത ചോദ്യങ്ങൾ നോക്കാം. അടുത്ത 23, 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ഏത് രാജ്യം കുട്ടികളെ? അത് ഓപ്ഷൻ ബി, ബ്രസീലാണ്. ഏത് രാജ്യമാണ്? ബ്രസീലാണ്. ഓക്കെ, 24, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? പ്രഗ്യാൻ റോവർ. ചന്ദ്രയാൻ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുള്ള കുട്ടികൾക്ക് രണ്ട് മാർക്ക് ഇന്ന് കിട്ടിക്കാണും പരീക്ഷയ്ക്ക്. ഓക്കെ,
അടുത്ത 25 ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. ഹിമാദ്രി, ഓക്കെ, അത് ശരിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അത് തെറ്റാണ്. മൗണ്ട് എവറസ്റ്റ് ഏത് രാജ്യത്താണ്? അത് നേപ്പാളിലാണ്. അടുത്ത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ 25ാമത്തിൻ്റെ ആൻസർ ഏത് വരും? ഏതൊക്കെ ശരിയായിട്ടുള്ളത്? 1, 3 ശരി. അപ്പം 25C ആണ്. 25C. ഓക്കെ, അടുത്ത് 26 ഏതാ കുട്ടികളെ? 26 D ആണ്. എല്ലാം ശരിയാണ്. അത് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെ? അയ്യോ, എല്ലാം ശരിയല്ല കുട്ടികളെ, എല്ലാം ശരിയല്ല കുട്ടികളെ. ഓക്കെ, 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ഓക്കെ, അത് തെറ്റാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 9ആണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം. ഓക്കെ, കര അതിർത്തി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 7ആണ്. ഇവിടെ കര അതിർത്തി എന്ന് പറഞ്ഞിട്ടില്ല. അതിർത്തി എന്ന് പറയുമ്പോൾ 9ആണ്. 7 കര അതിർത്തിയും 2 സമുദ്ര അതിർത്തിയുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും ശരിയായ പ്രസ്താവനകൾ? ശരിയായ പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. പക്ഷേ PSC കൊടുത്തിരിക്കുന്നത് D ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് 26ാമത്തെ ചോദ്യത്തിന്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത് ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ഓക്കെ, ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരം. തെറ്റാണ്. കോറമണ്ടൽ തീരം കിഴക്കൻ തീരസമുദ്രത്തിലാണ്. കിഴക്കൻ തീരസമുദ്രത്തിലാണ്. ഓക്കെ, അടുത്ത് സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. തീരസമതലങ്ങളെക്കുറിച്ചൊരു ക്ലാസ് ചാനലിലുണ്ട്. കണ്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. 27ാമത്തത് B ആണ് ആൻസർ വരുന്നത്. 2 മാത്രമാണ് തെറ്റ്. ബാക്കി 2ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരെണ്ണം അവന്മാർ തെറ്റിച്ചിരിക്കുകയാണല്ലോ. അടുത്ത് 28ാം ചോദ്യം ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. 28ാമത്തെ ചോദ്യം. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണ്. അത് തെറ്റാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാ കുട്ടികളെ? അത് വന്ദേ മാതരമാണ് അല്ലേ? അപ്പോൾ ഇവിടെ 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം ശരി. അടുത്ത് ഇന്ത്യയുടെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 29ാം ചോദ്യം ഓപ്ഷൻ എ അയോധ്യ നഗരം സരയൂ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ശരിയാണ്. ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. അതും ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. അതും ശരിയാണ്. അതായത് എല്ലാം ശരിയാണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. ശരിയാണോ? ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. അത് ശരിയാണ്. അപ്പം 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഓക്കെ, അടുത്ത 31 കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. ചാലക്കുടി പുഴയിലാണ്. അടുത്ത ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. അപ്പോൾ അത് 2ഉം ശരിയാണ്. അതായത് 1ഉം 3ഉം എന്താണ് ശരിയായത്? അപ്പോൾ 1ഉം 3ഉം ശരി എന്നുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ 31 ഓപ്ഷൻ എ. ഓക്കെ, നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ? അടുത്ത് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. വളരെ ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. അത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് കുട്ടികളെ? വേമ്പനാട് കായലാണ്. അടുത്ത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അപ്പം 1ഉം 3ഉം എന്താണ് ശരിയാണ്. 2 മാത്രം തെറ്റാണ്. അപ്പം 32 ഏത് വരും കുട്ടികളെ? 32 B ആണ്. 32 B. ഈ ശരിയല്ലാത്തത് ഏത്, ശരിയായത് ഏത്, അതങ്ങോട്ട് മാറിപ്പോകരുത്. ചോദ്യം നേരെ വായിക്കാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. ഓക്കെ, ഓപ്ഷൻ നേരെ വായിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഓക്കെ, ശരി. അടുത്ത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. തെറ്റ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. അത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. അതും ശരിയാണ്. അപ്പോൾ 33ൻ്റെ ആൻസർ ഏത് വരും? 33 ആൻസർ B വരും. 2ഉം 3ഉം ശരി. അടുത്ത 34ാം ചോദ്യം കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര, തിരുവനന്തപുരം. തെറ്റ്.
അഴീക്കൽ കണ്ണൂർ. അഴീക്കൽ ബീച്ച് ചോദിച്ചാൽ അത് കൊല്ലത്തും, അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം ചോദിക്കുകയാണെങ്കിൽ അതെവിടെയാണ് കുട്ടികൾ? അത് കണ്ണൂരാണ് കേട്ടോ. അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം കണ്ണൂരാണ്, അപ്പോൾ അത് ശരിയാണ്. അടുത്ത് പൊന്നാനി മലപ്പുറം. പൊന്നാനി എവിടെയാണ് കുട്ടികളെ? പൊന്നാനി മലപ്പുറമാണ്. ഓക്കെ. കായംകുളം എറണാകുളം, അത് തെറ്റാണ്. അപ്പോൾ 2, 3 ശരിയായിട്ട് വരുന്നത്. ഓക്കെ. 34 ആൻസർ ഏത് വരും? 34 ആൻസർ എ വരും. അടുത്ത 35, കേരളത്തിലെ വൈദ്യുതി പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിലെ പ്രധാന സ്രോതസ്സ് ജലമാണ്, അത് ശരിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്, പള്ളിവാസൽ ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി, അതും ശരിയാണ്. 35 ആൻസർ ഏത് വരും? 35 ഡി വരും. എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്, എല്ലാം ശരിയാവും. അടുത്ത 36ാമത്തെ ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഓക്കെ. കരിമ്പുഴ മലപ്പുറം, ശരി. ചിമ്മിനി പാലക്കാട്, തെറ്റ്. ചിമ്മിനി എവിടെയാ? ചിമ്മിനിയൊക്കെ നമ്മൾ കുറേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചിമ്മിനി എവിടെ പിള്ളേരെ? ചിമ്മിനി തൃശ്ശൂരാണ്. ചെന്തുരുണി കൊല്ലം, ശരിയാണ്. ചെന്തുരുണി കൊല്ലം ശരിയാണ്. ചൂലന്നൂർ തൃശ്ശൂർ, തെറ്റാണ്. ചൂലന്നൂർ പാലക്കാടാണ്. ഓക്കെ. അപ്പോൾ 1, 3 ശരി. ഓക്കെ. അപ്പോൾ 36A ആണ്. 1, 3 ശരി. ഓക്കെ. അടുത്ത 37, സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 37, വംശനാശ ഭീഷണി നേടുന്ന സിംഹവാലൻ കുരങ്ങളെ കാണപ്പെടുന്നു, ശരിയാണ്. അടുത്ത്, ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്, ശരിയാണ്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ. അതെന്താണ് കുട്ടികൾ? അത് തെറ്റാണ്. ഓക്കെ. അപ്പോൾ അത് മാത്രമാണ് തെറ്റ്. ആ 37 ഏത് ആൻസർ വരും? 37 സി വരും. 37 3 മാത്രം. ഓക്കെ. അടുത്ത് 36, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ഓക്കെ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. അടുത്ത്, ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ്. ഓക്കെ. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതെല്ലാം ശരിയാണ്. അതുകൊണ്ട് 38 ഡി ആണ്. 38 ഡി എല്ലാം ശരിയാണ്. 39, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി, അത് തെറ്റാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്, അത് ശരിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ്, അതും ശരിയാണ്. അപ്പോൾ 39 ആൻസർ ഏത് വരും കുട്ടികളെ? 39 ഡി വരും. 1 മാത്രമാണ് തെറ്റ്. ഈ ലെവലൊക്കെ ആയിരിക്കും ഇനി അടുത്ത LGS ഒക്കെ വരാൻ പോകുന്നത്. പരീക്ഷ എളുപ്പമാണത് പ്രശ്നമാണ് കുട്ടികളെ. പരീക്ഷ പല ആൾക്കാരും പറയും പരീക്ഷ എളുപ്പമാണത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണേ. പരീക്ഷ എളുപ്പമാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അടുത്ത, താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏത് എന്ന് കണ്ടെത്തുക. 40ാമത്തെ ക്വസ്റ്റ്യനാണ്. കേരള സ്പീക്കർ AN ഷംസീർ, ശരിയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, തെറ്റ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഓക്കെ, അതും ശരി. അപ്പം ഏത്? 40C 2 മാത്രം തെറ്റ്. 40C 2 മാത്രം തെറ്റ്. 41, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്, ശരിയാണ്. ഓക്കെ. അടുത്ത്, തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴ തീരത്ത് സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് രൂപം കൊടുത്തു, അതും എന്താണ്? ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. അടുത്ത്, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 42ാം ചോദ്യമാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ, വളരെ ശരിയാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കാണ്, തെറ്റാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് കുട്ടികളെ? ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ഏത് കൃതിക്ക്? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. ഓക്കെ. അടുത്ത്, 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മാങ്ങാട്, അത് ശരിയാണ്. ഓക്കെ. അപ്പം 1, 3 ശരിയാണ്, 2 തെറ്റാണ്. അപ്പം 42 ഏത് വരും കുട്ടികളെ? 42 ബി വരും. ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു, ശരിയാണ്. ISRO ചെയർമാൻ മോഹൻകുമാർ, ഇതാരാണ് എന്തോ ഈ മോഹൻകുമാർ, അത് തെറ്റാണ്. അടുത്ത, ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രമാണ്, വിക്രം ലാൻഡറാണ്.
അടുത്ത് ചന്ദ്രയാൻ 3ൻ്റെ മൊത്തം ചിലവ് 615 കോടി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആ ചന്ദ്രയാൻ 3 അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏത് വരും കുട്ടികളെ? 43ാമത്തേൻ്റെത് 43 എ 1, 3, 4 ശരിയാണ്, 2 മാത്രം എന്താണ് തെറ്റാണ് കേട്ടോ. അടുത്ത് കേരളത്തിൻ്റെ തനതായ നൃത്തകലാരൂപം ഏതാണ്? അത് ഓപ്ഷൻ ബി മോഹിനിയാട്ടം. 44 ഏത് വരും? ബി വരും. ഓക്കെ, അടുത്ത 45 അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ മാക്സിം ഗോർക്കിയാണ്. അടുത്ത 46 ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതയായത് ആര്? രുചിര കാമ്പോജാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അത് പല ആൾക്കാർക്കും അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ നമ്മൾ കറണ്ട് അഫയേഴ്സിലേക്ക് അത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? സ്ഥിരം ചോദ്യമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോക്പാൽ, ലോകായുക്ത ഇല്ലാത്ത ചോദ്യ പേപ്പർ കുറവാണ് LGS, LD പോലത്തെ പരീക്ഷകളിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് കുട്ടികളെ? ലോക്പാൽ. 47 ഓപ്ഷൻ ഡി ലോക്പാലാണ്. 48 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഞാൻ അതും പഠിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പഠിക്കുന്ന സമയത്ത് ആളുടെ നമ്പർ, ആൾ എത്രാമത്തെ ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചോണം. അങ്ങനെ തന്നെ ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ്. ഇപ്പോഴത്തെ ആൾ 50ാമത്തെ ആളാണ്, DY ചന്ദ്രചൂഡാണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ലേസഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ഓക്കെ, 49 ആൻസർ ഉണ്ടോ പിള്ളേരെ? 49ൻ്റെ ആൻസർ ആഡം സ്മിത്ത്. നമ്മുടെ SCERTയിൽ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെന്ന് പറയുന്ന ചാപ്റ്ററിൽ കൃത്യമായി പറയുന്നുണ്ട് ലേസഫെയർ സിദ്ധാന്തം ആരാണ്? അത് ആഡം സ്മിത്ത് ആണെന്ന്. ഓക്കെ, ഇവിടെ ആഡം സ്മിത്ത് ഓപ്ഷനിലില്ല, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവേണ്ടതാണ്. ഓക്കെ, അടുത്ത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് കുട്ടികളെ? ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. അടുത്ത് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് കുട്ടികളെ? അത് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. 51 ബി ആണ്, ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. അടുത്ത 52 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഓക്കെ, ആർക്കാ 52? വളരെ ക്ലോഡിയ ഗോൾഡിൻ കേട്ടോ. നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ, നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൊബേലൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ആൻസർ വരുന്നത് ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ കേട്ടോ, ക്ലോഡിയ ഗോൾഡിൻ. ഓക്കെ, ഇതിനി ചോദിക്കും, അപ്പോൾ അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമ്മളെ ഈ ഗോൾഡ് വാങ്ങുന്നത് സാമ്പത്തികം ഉപയോഗിച്ചിട്ടല്ലേ, അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ കേട്ടോ. അങ്ങനെ കണ്ടു വെച്ചിരുന്നാൽ മതി. നൊബേലിൻ്റെ ഒരു കോഡ് വീഡിയോ ഉടനെ ഇടും കേട്ടോ, അത് കണ്ടു പഠിച്ചോണേ. അടുത്ത 53 അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് കേട്ടോ. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. ഓക്കെ, അടുത്ത് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശയിലേക്ക് തിരിയുന്ന സന്ധി ഏതാണ്? 54ാം ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കീലസന്ധിയാണ് കേട്ടോ. കീലസന്ധി SCERT ചോദ്യമാണ്, SCERT. ഓക്കെ, അടുത്ത C ആകൃതിയിലുള്ള തഴുനാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? പിള്ളേരെ ഇതൊക്കെ റെയർ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഇതൊക്കെ സ്കോർ ചെയ്തവർക്ക് മാർക്ക് വീഴും, നല്ല റാങ്ക് കയറും. ഓക്കെ, 55 C ട്രക്കിയ നമ്മുടെ അന്നനാളത്തിലാണ് ഈ C ആകൃതിയിലുള്ള തഴുനാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത 56ൻ്റെ ആൻസർ നോക്കാം. ജീവിയും ശാസ്ത്രീയ നാമമാണ്. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് ശരിയാണ്. നായ കാനിസ് ഡൊമസ്റ്റിക്കസ് തെറ്റാണ്. കാക്ക കോർവസ് സ്പ്ലെൻഡൻസ് അത് ശരിയാണ്. അടുത്ത മയിൽ കോർവസ് കുസ്റ്റാറ്റസ് അത് തെറ്റാണ്. അപ്പം 1ഉം 3ഉമാണ് ശരി, 1ഉം 3, അപ്പോൾ ഓപ്ഷൻ ബി വരും. അടുത്ത 57 ജീവികളും ഹൃദയറകളും. ഓക്കെ, പാറ്റയ്ക്ക് എത്രയടാ? പാറ്റയ്ക്ക് 13, അപ്പോൾ A എത്ര വരും? A3 വരും. B പല്ലിക്ക് എത്ര? പല്ലിക്ക് 3, B 4 വരും. C പക്ഷിക്ക് എത്ര? പക്ഷിക്ക് 4, അപ്പോൾ C 1 വരും. അടുത്ത മത്സ്യത്തിന് 2, അപ്പോൾ D 2 വരും. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് A3, B4, C1, D2 ഓപ്ഷൻ C വരും. 57 C ആണ് ആൻസർ. ഓക്കെ, അടുത്ത 58 പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ 2023. 58 D ആണ് ആൻസർ. ഓക്കെ, അടുത്ത 59 സങ്കരയിനം തക്കാളി അല്ലാത്തത് ഏത്? ഓക്കെ, ഏതാണ്? അത് ഹരിതയാണ്. 59 D ഹരിതയാണ്. ഹരിത വഴുതനയാണ് കേട്ടോ, വഴുതനയാണേ. ഓക്കെ, അടുത്ത 60 ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ്, അതായത് SI യൂണിറ്റ് ഏതെന്നാണ് ചോദ്യം. ഭാരത്തിൻ്റെ ഏത് കുട്ടികളെ?
ഭാരത്തിൻ്റെ ന്യൂട്ടനാണ്. എടാ മാസിൻ്റെ പിണ്ഡത്തിൻ്റെയാണ് കിലോഗ്രാം. ഭാരവും എന്ന് ചോദിക്കുകയും ചെയ്തു. ഓപ്ഷൻ എയിൽ കിലോഗ്രാമും കണ്ടപ്പോൾ അത് തെറ്റിച്ച ഒരുപാട് കുട്ടികൾ കാണും. എന്നെ വിളിച്ചതിൽ 1-2 പേരത് പറയുകയും ചെയ്തു. അയ്യോ സാറേ അത് പോയി. അളവുകൾ യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് നേടിയിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കൃത്യമായി ഞാൻ പറയുന്നുണ്ട്, മാറിപ്പോവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാരത്തിൻ്റെത് ഏതാണ്? ന്യൂട്ടനും. പിണ്ഡമല്ലെങ്കിൽ മാസിൻ്റെതാണ് കിലോഗ്രാം. കേട്ടോ, മാറിപ്പോവരുത് കുട്ടികളെ, ഇനിയെങ്കിലും മാറിപ്പോവരുത്. അടുത്ത് 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ്? ഓക്കെ, അത് 4 ഡയോപ്റ്ററാണ്. ഇത് SCRT ചോദ്യമാണ്. SCRT കൃത്യമായി ഇത് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പ് എന്നാണ് ചോദ്യം. 62B വരും. കാർബൺ 14 ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. കമ്പേഴ്സ് ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കിയാൽ അതിലുണ്ട് സാധനം. ഓക്കെ, അടുത്ത ഒരു കുതിരശക്തി എത്തുന്നത് എത്ര വാട്ടാക്കുന്നു? 746 വാട്ട്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി 764 ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് പെട്ടെന്ന് ആവേശം കയറി കറുപ്പിക്കുന്നവർക്ക് അത് മാറിപ്പോവും. ആ 746 എന്നൊരു ഓപ്ഷൻ പോലും കാണാത്ത ആൾക്കാർ വരെ കാണും ചിലപ്പം. ഈ പരീക്ഷ എളുപ്പമാകുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അടുത്ത ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? നമ്മൾ ഹൈഡ്രജൻ ക്ലാസ് ഇട്ടിട്ടുണ്ടല്ലോ. ആരാ? ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. അടുത്ത 65 നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ആരാടാ ഇപ്പോഴത്തെ ISRO ചെയർമാൻ? എസ് സോമനാഥ് ആൻസർ കേട്ടോ 65. ഓക്കെ, അടുത്ത 66 ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? റോവർ പ്രഗ്യാൻ റോവർ വിക്രം ലാൻഡർ കേട്ടോ. പ്രഗ്യാൻ റോവർ വിക്രം ലാൻഡർ പഠിപ്പിച്ച സാധനമാണേ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താ? 67A അമൃതം ആരോഗ്യമാണ് കേട്ടോ. 67A അമൃതം ആരോഗ്യം. ഓക്കെ, അടുത്തത് 68 നോക്കാം. 68 വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. ചിക്കൻ ബോക്സ് കോളറ തെറ്റാണ്. ചിക്കൻ ബോക്സ് വായിലൂടെ ആണെങ്കിലും കോളറ വായിലൂടെ അല്ല. അടുത്ത കോളറ ചിക്കൻ ഗുനിയ അതും തെറ്റാണ്. ചിക്കൻ ഗുനിയ വരുത്തുന്ന കൊതുകുകളാണ്. അടുത്ത ക്ഷയം ചിക്കൻ ബോക്സ് ശരിയാണ്. ക്ഷയവും ചിക്കൻ ബോക്സും വായിലൂടെ പകരുന്നതാണ്. മന്ത് ചിക്കൻ ഗുനിയ അത് തെറ്റാണ്. ഓക്കെ, അപ്പം 3 മാത്രം ശരിയാണ്. അപ്പോൾ 68 ഏത് വരും? 68D വരും. അടുത്ത 69 സിറോഫ്താൽമി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? അത് ഓപ്ഷൻ ബി വിറ്റാമിൻ എ ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചു. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് VC ചോദിക്കുന്നില്ല. ആയുഷ് മന്ത്രാലയം രൂപീകരിച്ച വർഷം പ്രീവിയസ് ചോദ്യം തന്നെയാണ്. ഓക്കെ, ഏത് പരീക്ഷ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ചോദിച്ചിട്ടുണ്ട് കുട്ടികളെ. അത് 2014 നവംബർ 9 കേട്ടോ. നമ്മുടെ 1ാം നരേന്ദ്രമോദി സർക്കാർ രൂപം കൊണ്ടതിന് ശേഷമാണ് ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത 71 ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ ഏത് അവയവം പിള്ളേരെ? ഗ്ലോക്കോമ കണ്ണ്. അടുത്ത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത്. MS സ്വാമിനാഥൻ്റെ ക്ലാസ് നമ്മൾ ചാനലിൽ ഇട്ടതാണ്. 2023 സെപ്റ്റംബർ 28. അടുത്ത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? ഇതിലേതാ വൈറസ് രോഗം അല്ലാത്തത്? എലിപ്പനി ബാക്ടീരിയ രോഗമല്ലേ? ബാക്ടീരിയ ലെപ്റ്റോസ്പൈറോസിസ്. ഓക്കെ, അടുത്ത് ലെപ്റ്റോസ്പൈറോസിസ് രോഗത്തിൻ്റെ പേരും ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയുടെ പേരും അത് പഠിച്ചിട്ടുള്ളത് തന്നെ. താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? മലേറിയയാണ്. മലേറിയ എന്തല്ല? മലേറിയ ജീവിതശൈലി രോഗം അല്ല. ഓക്കെ, അടുത്ത 75 മാനസിക രോഗ വിമുക്തമായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? 75B സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ് ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. അപ്പോൾ 76 ഏത് വരും? 76D വരും. അടുത്ത 77 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാതെ തിരഞ്ഞെടുക്കുക. ശ്വാസകോശ രോഗമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ട് തന്നിട്ടുള്ള സാധനം തന്നെയാണ്. അതിൻ്റെ ആൻസർ വരുന്നത് നെഫ്രൈറ്റീസ് ആണ്. അടുത്ത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മാതൃജ്യോതിയാണ്. 78A മാതൃജ്യോതിയാണ്. അടുത്ത 79 മനുഷ്യത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. അടുത്ത 80-ാം ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഓക്കെ, അവിടെ ഏതൊക്കെ വരുന്നത്? എലിപ്പനി ഫംഗസ് തെറ്റ്. ക്ഷയം ബാക്ടീരിയ ശരി. വട്ടച്ചേരി പ്രോട്ടോസോവ തെറ്റ്. നിപ്പ വൈറസ് ഓക്കെ ശരി. അപ്പോൾ ഏതൊക്കെ വരും? 2ഉം 4ഉം ശരി. അപ്പോൾ 80 ഏത് വരും കുട്ടികളെ? 80D വരും. ഓക്കെ, അടുത്ത മാത്സ് ഞാൻ ഉത്തരം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതായത് പ്രൊഫഷണൽ ആൻസർക്ക് വന്ന ഉത്തരം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതിൽ മിസ്റ്റേക്കുകളുണ്ട് കേട്ടോ. അതിൽ ക്വസ്റ്റ്യൻ ചേഞ്ച് ആവാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചലഞ്ച് ചെയ്യുക. ഓക്കെ, ഫൈനൽ ആൻസർക്ക് വരുമ്പം അതൊക്കെ മാറുമായിരിക്കും. ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം. മാത്സിൻ്റെ ആൻസർക്ക് PSC എടുത്തിരിക്കുന്ന ഏതൊക്കെ നോക്കാവേ.
81 ബി ആണ് ആൻസർ എടുത്തിരിക്കുന്നത്. ഓക്കെ. 82 ആൻസർ ഏതാ? 82 സി ആണ്. 82 സി ആണ്. അടുത്ത് 83 ഡി ആൻസർ കൊടുത്തിട്ടുണ്ട്. അടുത്ത് 84 ഏതാ ആൻസർ വരുന്നത്? 84 എ ആണ് കേട്ടോ. 84 എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത് 85 ആൻസർ ഏതാ? 85 ബി ആണ്. അടുത്ത് 86 ബി ആണ്. 86 ബി ആണ്. അടുത്ത് 87 സി ആണ്. മാത്സൊക്കെ കുറേ ആൾക്കാർക്ക് ഇത്തിരി പാട് തോന്നിക്കാണും. അടുത്ത് 88 ഡി ആണ്. 89 എ ആണ്. 89 എ ആണ്. ഓക്കെ. ഇങ്ങോട്ടടെ പോകണവരിക്കുന്നത് 89 എ ആണ്. ഓക്കെ. അടുത്ത് 90 ബി ആണ് കേട്ടോ. 90 ബി ആണ്. അടുത്ത് 91 ആൻസർ ഏതാ? 91 ആൻസർ എ ആണ്. അടുത്ത് 92 ആൻസർ സി ആണ്. അടുത്ത് 93 ആൻസർ ഏതാ? 93 എ ആണ്. അടുത്ത് 94 ഏതാ ആൻസർ എടുത്തിരിക്കുന്നത്? 94 ഡി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അത് ആരാണ് ചാൻസ്? ഓക്കെ. അടുത്ത് 95 ഏതാ കുട്ടികളെ? 95 എ ആണ്. 96 സി ആണ്. 97 ഏതാ? 97 എ ആണ്. അടുത്ത് 98 ഏതാ? 98 ഡി ആണ്. 98 ഡി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. 99 എ ആണ്. 100 ബി ആണ്. ഓക്കെ. ശരി. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസിൽ മാത്സിൽ 2 ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ, ഞാൻ അവിടെ പറയുന്നില്ല. ഓക്കെ. അപ്പം അത് നിങ്ങൾ നോക്കിക്കോ. മാത്സിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ് വേണമെങ്കിൽ ഞാൻ ചാനൽ ഇട്ട് തരാൻ പറയാം. ഓക്കെ. അവിടെ ചെയ്തിട്ട് തരാൻ പറയാം. മാത്സ് എടുക്കുന്ന സാധനം എടുത്ത് ചെയ്തിട്ട് തരാൻ പറയാം. ഓക്കെ. നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഞാൻ പോൾ ഇട്ടിട്ടുണ്ട്. ആ പോളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ. ശരി. അപ്പം നമുക്ക് അടുത്ത എൽ ജി എസ് വരുന്നുണ്ട്, LDC വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലെ ക്ലാസ്സുകളുണ്ടാവും. എല്ലാവരും കൃത്യമായി കണ്ട് പഠിക്കുക, നന്നായി പഠിക്കുക. ഓക്കെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.